ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് 2ാമത്തെ ക്ലാസ്സാണ്. 1ാമത്തെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഈ പഠിപ്പിക്കുന്ന ചാപ്റ്ററിൻ്റെ PDF നോട്ട്, ഈ കാണുന്ന PDF നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ടെലഗ്രാം ലിങ്കിൽ പോയിട്ട് ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഫയൽസിൻ്റെ സെക്ഷനിലേക്ക് പോയതിന് ശേഷം ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് കിട്ടും. നോട്ട് മാത്രമല്ല, ഇനി അങ്ങോട്ട് നമ്മൾ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലഗ്രാം ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡെമോഗ്രഫി എന്നാൽ എന്താണെന്നും അതുപോലെ തന്നെ ഡെമോഗ്രഫി ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷൻ്റെ സൈസിനെയും സ്ട്രക്ചറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫിയാണ്. അതായത് പോപ്പുലേഷനെ പറ്റി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ബേസ് ചെയ്താണ് പോപ്പുലേഷനെ പറ്റി നമ്മൾ പഠിക്കുന്നത്, അതിനാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻഡിക്കേറ്ററാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്കിവിടെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ആസാം പണിക്കാർ എന്ന് പറയുന്ന ഒരു കൃതിയിലെ കുറച്ച് വരികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2ാം ലോക മഹായുദ്ധകാലത്ത്, അതായത് 1941 ആ ഒരു സമയത്ത് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ആസാമിലോട്ടൊക്കെ ജോലിക്കായിട്ട് പോയി. അന്നിവിടെ കടുത്ത ദാരിദ്ര്യവും ക്ഷാമവും ഒക്കെ അനുഭവിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അറിയാം, ഇവിടെ ജോലി കിട്ടാതെ വരുന്നു. ആ ഒരു അവസ്ഥയിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇവിടെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതാണ് നമ്മളിവിടെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി PSCയിലോട്ടൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വരിയും എഴുതിയ ആളും കൃതിയുടെ പേരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ മൈഗ്രേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. മൈഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൈഗ്രേഷൻ ഈസ് പെർമനൻറ്റ് ഓർ ടെമ്പററി സെറ്റിൽമെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. എന്ന് വെച്ചാൽ എന്താ? സ്ഥിരമായോ താൽക്കാലികമായോ ആൾക്കാർ, സെറ്റിൽമെൻ്റ് എന്ന് വെച്ചാൽ താമസം എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട്, അതായത് നമ്മൾ താമസം മാറി മറ്റൊരു രാജ്യത്ത് പോയി സെറ്റിലാകുന്നു, അല്ലെ മറ്റൊരു സ്റ്റേറ്റിൽ പോയി സെറ്റിലാകുന്നു, മറ്റൊരു ജില്ലയിൽ പോയി സെറ്റിലാകുന്നു, എല്ലാം മൈഗ്രേഷനിൽ വരും. ഇനി പഠിക്കാൻ വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായി, ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി, അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ മാറി താമസിച്ചാൽ അതും എന്ത് തന്നെയാണ്? മൈഗ്രേഷനാണ്. അപ്പോൾ പെർമനൻ്റായോ ടെമ്പററി ആയോ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയാൽ അതാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ 2 തരത്തിലാണുള്ളത്. ഒന്ന് ഇൻറ്റേർണൽ മൈഗ്രേഷനും മറ്റൊന്ന് ഇൻ്റർനാഷണൽ മൈഗ്രേഷനും. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻറ്റേർണൽ അകത്ത്, ഇൻ്റർനാഷണൽ അല്ലേ പുറത്ത്. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി താമസിച്ചാൽ അതാണ് എന്ത്? ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ, ഇൻട്രാ ഡിസ്ട്രിക്ട് മൈഗ്രേഷൻ എന്നൊക്കെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രി, അതാണ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ് കമ്മിങ് ടു കേരള ആർ എക്സാമ്പിൾ ഓഫ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. നമുക്കറിയാം, അതിഥി തൊഴിലാളികൾ പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന പേര് ബംഗാളി എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മളവർ വിളിക്കുന്നത് അതിഥി തൊഴിലാളികൾ എന്നാണ്. അപ്പോൾ അവരിങ്ങോട്ട് വരുന്നു. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് തമിഴ്നാട്, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹിയിലോട്ടൊക്കെ ജോലിക്ക് പോകുന്നു. വിച്ച് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. അപ്പോൾ എന്താ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ? രാജ്യത്തിൻ്റെ അതിർത്തി വിട്ട് പുറത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതാണെന്ത്? ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി വിട്ട് പുറത്തോട്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പഠിക്കാനും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും കാനഡയിലോട്ടും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഓസ്ട്രേലിയയിലോട്ടൊക്കെ പോകാറുണ്ട്, നേഴ്സിംഗ് ജോലിക്ക് പോകാറുണ്ട്, അല്ലെ? ആ പരിപാടിയൊക്കെയാണ് എന്ത്? ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മൈഗ്രേഷൻ. എത്ര ടൈപ്പ് ഉണ്ട്? ഇൻറ്റേർണലും ഇൻ്റർനാഷണലും. കേരള കോൾസ് ഫോറിൻ വർക്കേഴ്സ്, ഗസ്റ്റ് വർക്കേഴ്സ് ആൻഡ് ദ വേൾഡ് അപ്ലോഡ്സ്, അല്ലെ? നമ്മൾ അതിഥി തൊഴിലാളി എന്ന് വിളിച്ചതിന് നമ്മുടെ ലോകത്തുള്ള ആൾക്കാരൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. നല്ലതാണോ മോശമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം, അല്ലേ? കാരണം നമ്മുടെ നാട്ടിൽ തൊഴിൽ ചെയ്യാൻ അവർ വരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈഗ്രേഷൻ. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്? ബെറ്റർ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട്,
ഹൈ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ട്, ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, മൈഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഹിസ്റ്ററി ഓഫ് മൈഗ്രേഷൻ കേരളയൊക്കെ പറയുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്ക്, ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, പക്ഷേ കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ മൈഗ്രേഷൻ 2 ടൈപ്പ് ഉണ്ട്. മൈഗ്രേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്, ഇൻറ്റേർണൽ എന്താണ്, ഇൻ്റർനാഷണൽ എന്താണ്, എല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഫാക്ടർ. നെക്സ്റ്റ് വരുന്ന രണ്ടാമത്തെ ഫാക്ടർ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും. എന്താണ് ബർത്ത് റേറ്റ്? ബർത്ത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 പേരുടെ ഒരു ഗ്രൂപ്പ് എടുത്താൽ അതിൽ എത്ര ലൈവ് ബർത്ത് ഉണ്ട്, എത്ര കുട്ടികൾ ജീവനോട് ജനിക്കുന്നു, അതാണ് ബർത്ത് റേറ്റ്. ഓക്കെ, പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ. 1000 പേരുടെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പോപ്പുലേഷൻ തിരിച്ചിട്ട് അവിടെ എത്ര കുട്ടികൾ ജനിക്കുന്നു നോക്കിയാൽ അത് ബർത്ത് റേറ്റ്. അപ്പോൾ എന്താ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പേരുടെ ഒരു ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഒരു സ്പെസിഫിക് ടൈമിൽ എത്ര പേര് മരിക്കുന്നു, അതാണ് എന്ത്, ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റുമാണ് സത്യത്തിൽ എന്തിനാണ് തീരുമാനിക്കുന്നത്, പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. ഇതല്ലാതെ മൈഗ്രേഷനും ഉണ്ട്, എങ്കിലും ഇത് ഇപ്പോൾ മെയിനായിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ബർത്ത്, ഈ പറയുന്ന പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്തും ജനനവും മരണവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് എന്ത്, ഈ പറയുന്ന പോപ്പുലേഷൻ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ബർത്ത് റേറ്റ് കൂടി ഡെത്ത് റേറ്റ് കുറഞ്ഞു, പോപ്പുലേഷൻ കൂടും. ബർത്ത് റേറ്റ് കുറഞ്ഞു ഡെത്ത് റേറ്റ് കൂടി, പോപ്പുലേഷൻ കുറയും. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഈക്വൽ ആണെങ്കിൽ പോപ്പുലേഷന് ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. ഇനി മൈഗ്രേഷൻ ഒരു ഫാക്ടറാണ്, പക്ഷേ നമുക്കത് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യേണ്ട, ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ തൽക്കാലം കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ, സ്ലോ ഡൗൺ ചെയ്യും എപ്പോഴാണ്, ബർത്ത് റേറ്റ് ലോ ആകുമ്പോൾ, ഡെത്ത് റേറ്റ് ഹൈ ആകുമ്പോൾ. ഇപ്പോൾ ഈ പറയുന്ന കാര്യമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒരു ചാർട്ട് പോലെ ഇതിനകത്ത് തന്നിട്ടുള്ളത്. ഇത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന ബർത്ത്, ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുക, അല്ലേ, നമുക്കത് പണ്ട് ടി വിയിൽ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മളിത് പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ബർത്തിൻ്റെ കാര്യമെല്ലാം രജിസ്റ്റർ ചെയ്യാറുണ്ട്, കാരണം ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമല്ലോ എല്ലാ കാര്യങ്ങൾക്കും, അല്ലേ, സ്കൂളിൽ ചേർക്കാനൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ സ്വത്തും കാര്യങ്ങളും അവകാശമൊക്കെ എടുക്കാനായിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതൊക്കെ രജിസ്റ്റർ ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും. അടുത്ത 2 ഫാക്ടേഴ്സ് സിമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ്. നോക്കിയേ, 1901 തൊട്ട് 2001 വരെയുള്ള കണക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ബർത്ത് റേറ്റ് ഡാർക്ക് ബ്ലൂയിൽ കാണുന്നതും ഡെത്ത് റേറ്റ് ലൈറ്റ് കളറിൽ കാണുന്നതുമാണ്. നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ബർത്ത് റേറ്റും ഡെത്ത് റേറ്റിൻ്റെയും അളവ് ഓക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെത്ത് റേറ്റിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയുന്നുണ്ട്, ബർത്ത് റേറ്റിൻ്റെ അളവ് ചെറിയ രീതിയിൽ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, 1901 ബർത്ത് റേറ്റ് 49.2% ആയിരുന്നു, അത് 2001 ആയപ്പോൾ എത്രയാണ്, 26 മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അത് സിമ്പിൾ സംഭവമാണ്. നിങ്ങൾ ഡെൻസിറ്റി എന്ന് പറയുന്ന സാധനം നിങ്ങൾ സയൻസിൽ പഠിക്കുന്നുണ്ട് അല്ലേ, എന്താണ് മാസ് പെർ യൂണിറ്റ് വോളിയം എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കുന്നത്. ഇതുപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഏരിയ, ഓക്കെ, നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ ഒരു ഏരിയ, ഈ ഒരു ഗിവൺ ഏരിയ ഞാനിപ്പോൾ എടുത്തുനിന്ന് വിചാരിക്കുക, ഇതിനകത്ത് എത്ര ആൾക്കാരാണ് നിലവിൽ താമസിക്കുന്നത്, ഇവരുടെ ഈ എണ്ണം ഉണ്ടല്ലോ, ഈ എണ്ണത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. എങ്ങനെ കിട്ടും അത്, ഓരോ ഏരിയ ഡിവൈഡ് ചെയ്യാൻ നിൽക്കുമോ, ഇല്ല, മൊത്തം പോപ്പുലേഷനെ മൊത്തം ഏരിയയോട് ഡിവൈഡ് ചെയ്താൽ സിമ്പിളായി നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും, പോപ്പുലേഷൻ ഡെൻസിറ്റി കിട്ടും. നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ 2.42 മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്തോ ആണ്. അങ്ങനെ നമ്മൾ പോപ്പുലേഷൻ ആയിട്ടുള്ള 142 തൊട്ട് മുമ്പ് കണ്ട അത്രയും കോടി, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കിട്ടും. പക്ഷേ അത് മൊത്തത്തിലുള്ള കാര്യം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതിന് ഒരുപാട് എന്തുണ്ട്, റീജിയണൽ ഡിഫറൻസ് ഉണ്ട്. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി എല്ലായിടത്തും ഒരുപോലെ അല്ല. അപ്പോൾ ആദ്യം എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി, ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഈസ് കോൾഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അങ്ങനെയല്ല നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ പറയണം അല്ലേ, ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലുള്ള ആൾക്കാരുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് എല്ലായിടത്തും ഒരുപോലെ അല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഇവിടെ തന്നെ പറയുന്നുണ്ട് 2011 സെൻസസ് അനുസരിച്ച് ഡൽഹിയാണ് എന്ത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു സ്ഥലം. നിങ്ങൾ തന്നെ ടി വിയിലൊക്കെ ഡൽഹി സിനിമയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒരുപാട് ആൾക്കാരല്ലേ, എപ്പോഴും തിരക്ക്, റോഡിൽ ഫുൾ ടൈം ട്രാഫിക്കൊക്കെ ഉള്ളൊരു സമയമാവും സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. നേരെ മറിച്ച് അരുണാചൽ പ്രദേശ് മൊത്തം കാടാണ്, അവിടെയാണ് എന്താ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് എന്തുള്ളത്, ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. അപ്പോൾ റീജിയണൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു മാപ്പ് നിങ്ങളതിന് സഹായിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോക്കിയേ, ഈ റെഡ് കളറിൽ കാണുന്ന കണ്ടോ, 1000 താഴെയുള്ളത്, ഇതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടിയ സ്ഥലം. അതായത് ഇവിടെ കുഞ്ഞായിട്ട് ഡൽഹി നമുക്ക് കാണാൻ പറ്റും, കാണുന്നുണ്ടോ ഡൽഹി, ഇതാ ഇവിടെ ആയിട്ട്. അതുപോലെ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഇവിടെയൊക്കെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്.
എന്നാൽ ബാക്കി മാറ്റങ്ങൾ നിങ്ങൾക്ക് കൂടെ നോക്കാൻ പറ്റും. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇവിടെയൊക്കെ കൂടുതൽ ഓറഞ്ച് കളറിൽ കിടക്കുന്നതൊക്കെ അത്യാവശ്യം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ്. മഹാരാഷ്ട്ര ഇവിടെയൊക്കെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. എന്നാൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ, ഹിമാചൽ, ചണ്ഡീഗഡ്, അതുപോലെ ഉത്തരാഞ്ചൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ് ഇവിടെയൊക്കെ എന്താണ് കുറവാണ്. സിക്കിം, അരുണാചലൊക്കെ ആയപ്പോൾ നല്ല ഗ്രീനാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഇതിന് റീജിയണൽ ഡിഫറൻസസും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു സ്ഥലത്ത് കൂടുന്ന കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും നമുക്കറിയാം അല്ലേ. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുമ്പോൾ നമ്മൾ ഡൽഹിയും മുംബൈയും ഒക്കെ കാണിക്കുമ്പോൾ തന്നെ അറിയാം അവിടെ സ്ഥലമില്ല. എല്ലായിടത്തും ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞ് താമസിക്കുകയാണ്. അപ്പോൾ ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ്, സ്ഥലമില്ല ഒരിടത്തും. മാത്രമല്ല ആൾക്കാരൊക്കെ തിങ്ങിക്കൂടി ഇവരുമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊല്യൂഷൻസ് എടുത്തു പറയേണ്ട കാര്യമില്ല. വെള്ളത്തിനുണ്ടാകുന്ന ഷോർട്ടേജ്, ക്രൗഡിങ്, അതുപോലെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൂടുന്നു, കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നു, റിസോഴ്സ് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഏത് പോയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇതൊക്കെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ്. നെക്സ്റ്റ് വരുന്നു സെക്സ് റേഷ്യോ എന്ന് സിമ്പിൾ ടേംസ് പറയുന്നത്. നമുക്ക് രണ്ടായിട്ട് പറയാം. അഡൾട്ട് അല്ലെങ്കിൽ മുതിർന്നവരുടെ സെക്സ് റേഷ്യോ ഉണ്ട്, ചൈൽഡ് സെക്സ് റേഷ്യോ ഉണ്ട്. എന്താണ് സെക്സ് റേഷ്യോ എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ അനുപാതം, അതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. 1000 മെയിൽസ് എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ഫീമെയിൽസ് ഉണ്ട്? 1000 മെയിലിൻ്റെ ഒരു ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതിന് ആനുപാതികമായി നമുക്ക് എത്ര ഫീമെയിൽസിനെ മാറ്റാൻ പറ്റുമെന്ന് നോക്കിയാൽ അതാണ് സെക്സ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ അപ്പോൾ വാട്ട് സെക്സ് റേഷ്യോ? ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസിൻ്റെ പർട്ടിക്കുലർ ഏരിയ. ഒരു ഗിവൺ ഏരിയയിൽ നമ്മൾ സ്ത്രീ പുരുഷൻ എന്ന് മാറ്റുമ്പോൾ ആ കിട്ടുന്ന നമ്പറാണ് സത്യം പറഞ്ഞാൽ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 0 to 6. വേറെ ഒന്നുമില്ല, ഗ്രൂപ്പിൽ നമ്മൾ 6 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് അതിലെ ഒരു സ്ത്രീ ഇങ്ങനെ മാറ്റി പോകുമ്പോഴത്തേക്കും നമുക്കൊരു എണ്ണം കിട്ടുമല്ലോ. അതാണ് സെക്സ് റേഷ്യോ ഇൻ ചൈൽഡ് എന്ന് പറയുന്നത്. ഇത് വലിയൊരു എടുത്തു കഴിഞ്ഞാൽ സെക്സ് റേഷ്യോ ഇൻ അഡൾട്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. പോപ്പുലേഷൻ ഗ്രോത്തിന് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന സ്ത്രീ പുരുഷ അനുപാതമാണ്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സെക്സ് റേഷ്യോ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ റേഷ്യോ അല്ലെങ്കിൽ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. 1901 തൊട്ട് 2011 വരെയുള്ള കണക്ക് ഇവിടെയും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കി കാണാൻ പറ്റും. നമ്മുടെ ഈ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് വലിയ മാറ്റമില്ലാതെ പോകുന്നുണ്ടല്ലേ. മെയിൽ ടു ഫീമെയിൽ റേഷ്യോ 61-41 ആയിരുന്നു. എന്നുവെച്ചാൽ 930. ഇതിൻ്റെ അർത്ഥം എന്താണ്? 1000 പുരുഷന്മാർക്ക് 941 സ്ത്രീകൾ, 1000 പുരുഷന്മാർക്ക് 930 സ്ത്രീകൾ എന്ന കണക്കാണ്. 11 കണക്കനുസരിച്ച് 940 ചൈൽഡ് സെക്സ് റേഷ്യോ 914 അത്ര നല്ലൊരു കാര്യമാണെന്ന് വെച്ചാൽ അല്ല. എപ്പോഴും ഇതൊരു ഈക്വലി വരണം എന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് ഈക്വലായിട്ട് വരുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതമൊക്കെ ഏതാണ്ട് കറക്റ്റാണ്. നമുക്ക് ഇതുപോലത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിലെ റേഷ്യോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് എത്രയാണെങ്കിൽ 1080:1000 അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് പിടിയില്ല. എന്തായാലും നമ്മുടെ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മൾ പെൺകുട്ടികളെ ഭ്രൂണഹത്യയും പരിപാടിയും ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള ആൾക്കാർ ആണ്. അപ്പോൾ അതാണ് സെക്സ് റേഷ്യോ പറ്റി പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. എന്താണ് ലൈഫ് എക്സ്പെക്റ്റൻസി? ഒരാൾ എത്ര വർഷം ഒരു ആവറേജിൽ ജീവിച്ചിരിക്കും എന്നതിനെയാണ് നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. ഡെത്ത് റേറ്റും അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കപ്പെടുന്നത്. നമ്മുടെ റിപ്പോർട്ടിൻ്റെ പേര് ഇതാ ഇവിടെ കിടപ്പുണ്ട്. ലൈഫ് എക്സ്പെക്റ്റൻസി എന്താണ്? എ പേഴ്സൺസ് ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് ഹൗ ലോങ് ഹി ലീവ്സ് ഓൺ ആൻ ആവറേജ്. അത് ഒരാൾ 100 കൊല്ലവും ജീവിച്ച് ഒരാൾ 40 വയസ്സിൽ മരിച്ചു പോയാൽ അറിയാമല്ലോ. അങ്ങനെയല്ല, മൊത്തത്തിലെടുക്കുമ്പോഴുള്ള ആവറേജ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പുരുഷന്മാരുടെ ഒരു ഏതാണ്ട് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 72 വയസ്സ് വരെയോളം ജീവിച്ചിരിപ്പുണ്ട്. സ്ത്രീകൾ 78 വയസ്സ് വരെയാണ്. പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ അത് 71-74, പഞ്ചാബ് 71-74. ഇന്ത്യ മൊത്തം നോക്കിയാൽ അത് 68.4:71.1. അതായത് ഇന്ത്യയിൽ ഒരു പുരുഷന് ഓൺ ആൻ ആവറേജ് 68 to 69 വയസ്സ് വരെ എന്ത് ചെയ്യുന്നുള്ളൂ? ജീവിച്ചിരിക്കുന്നുള്ളൂ. അത് കഴിയുമ്പോൾ മരിക്കുന്നു. എന്നാൽ സ്ത്രീകൾക്ക് അത് കുറച്ചുകൂടെ കൂടുതലാണ്. ഇതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും 68-69 ആകുമ്പോൾ മരിച്ചു പോകും എന്നല്ല. ഇതൊരു ആവറേജ് കണക്കാണ്. വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് ബൈ ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ഇതനുസരിച്ച് 2022 നോക്കുമ്പോഴാണ് 68.4, 71.1 പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ കാര്യം. ഇനി
കേരളം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്. എന്തൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് തന്നെ അറിയാം. നമ്മൾ അത്യാവശ്യം ലിറ്ററേറ്റ് വിദ്യാഭ്യാസവും നല്ല ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് വിവരമൊക്കെ ഉണ്ട്. അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് അറിയാം. ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി, അതായത് നമുക്കിവിടെ ആശുപത്രി, സബ് സെൻറ്റർ, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്നിങ്ങനെ ആശുപത്രിയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡീസെൻട്രലൈസ് എന്ന് വെച്ചാൽ ഒറ്റ കേന്ദ്രത്തിൽ നിൽക്കാതെ ഈ അധികാരം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ ഇതിൻ്റെ ഒരു പരിപാടിയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാമല്ലോ ഈ അംഗൻവാടികൾ അതുവഴിയൊക്കെ നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ അത്യാവശ്യം നല്ല നല്ല കഴിവുള്ള ആൾക്കാരാണ്. ക്ലീൻലിനെസ്, വൃത്തി, ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ അത്യാവശ്യം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നമ്മൾ കുറച്ച് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ മുമ്പിലാണ്. മാത്രമല്ല പ്രായം കൂടിയ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വെൽഫെയർ ഒക്കെ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല പോളിസീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി ഓഫ് 2013 ഇതിന് നല്ലൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഓൾഡ് ഏജ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് 145667 PSC ഒക്കെ നോക്കുന്നവരൊക്കെ ഇതൊക്കെ പഠിച്ചു വയ്ക്കാം. 145667 ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഓക്കെ, വയോമിത്രം പ്രോജക്റ്റ്, വയോരക്ഷാ പ്രോജക്റ്റ്, പകൽ വീടുകൾ, അമൃതം പ്രോജക്റ്റ്, ഇതൊക്കെ നമ്മുടെ കേരള ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോജക്റ്റുകളാണ്. ഇത് ഇവിടെ നമ്മൾ രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്, ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം എന്താണ് ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏതാണ്ട് ഇത്രത്തോളം കാര്യങ്ങൾ മതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ്ട് 10-16 മിനിറ്റോളം ക്ലാസ് ആയിട്ടുണ്ട്. ഇനി പോപ്പുലേഷൻ സ്ട്രക്ചർ വരുന്നുണ്ട്. ഓക്കെ, എന്ത് വരുന്നുണ്ട്? പോപ്പുലേഷൻ സ്ട്രക്ചർ വരുന്നുണ്ട്. ഒരു സെക്കൻഡേ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചറാണ്, ഡിപ്പെൻഡൻസി റേഷ്യോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലെടുക്കാം. കുറച്ച് ടോപ്പിക്കല്ലേ ഉള്ളത്, അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.